പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ പറയുന്നൊരു വിഷയമാണ് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പഴയകാലത്തൊക്കെ പ്രായമാകുമ്പോഴാണ് മെമ്മറി ലോസ്, മറവി കൂടി വരിക. ഇപ്പോൾ ചെറുപ്പക്കാരിലും കുട്ടികളിലും മുതിർന്നവരിലും പ്രായമുള്ളവരിലും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും മറവി കൂടുതലാണ്. അപ്പൊ പൊതുവെ നമ്മൾ മെമ്മറി ലോസ്, മറവി ഉണ്ടാകാനുള്ള കാരണങ്ങൾ പറയാറുള്ളത് ഒന്ന് ഉറക്കക്കുറവ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷനുള്ള ആളുകൾക്ക് മറവി സംഭവിക്കാറുണ്ട്. അതുപോലെ അൺഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും മറവി ഉണ്ടാകും. അതുപോലെ വൈറ്റമിൻ B12 കുറവുള്ള ആളുകൾ, അതുപോലെ തൈറോയിഡ് ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് മറവി സംഭവിക്കാം. അതുപോലെ ഹെഡ് ഇഞ്ചുറി, തലയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവർക്കും മറവി കൂടുതലായിരിക്കാം. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ പറയേണ്ടത് ലാക്ക് ഓഫ് മെമ്മറി ആക്ടിവിറ്റിയാണ്. കൂടുതൽ ഓർത്തുവെക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. എല്ലാം നമ്മുടെ മൊബൈലുകളിലും മറ്റും സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു, ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറവി കൂടുതൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന 20 കാര്യങ്ങൾ മറവി ഉണ്ടാക്കുകയും നമ്മുടെ മെമ്മറിയെ ബാധിക്കുന്ന 20 തരം ഭക്ഷണങ്ങളും വസ്തുക്കൾ, പ്രവർത്തനങ്ങൾ 20 തരം, അത് നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ ചെയ്യുന്ന 20ഓളം പ്രവൃത്തികൾ മൂലം നമുക്ക് മറവി കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കൂടുതൽ കയ്പുള്ള വസ്തുക്കൾ കഴിക്കുക, കുടിക്കുക. ഈ ഷുഗർ രോഗികൾക്ക് നമ്മളൊക്കെ കയ്പക്ക, പാവക്ക എന്ന് പറയുന്ന ഈ വസ്തു ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുവെ ഡോക്ടർമാർ പറയുന്നത് ശാസ്ത്രീയമായി തെറ്റാണ്. കാരണം ഷുഗറിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും കയ്പ് പരിഹാരമല്ല. അതുപോലെ ഏതായാലും എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. കയ്പ് ഉള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുന്നത് മൂലം മറവി സംഭവിക്കും എന്ന് തത്വജ്ഞാനികളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 കാര്യങ്ങളാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് നെയ്യ് ധാരാളമുള്ള വസ്തുക്കൾ കഴിക്കുക. അതും ഈ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് മൂലം അത് നമ്മുടെ മെമ്മറിയെ, ബ്രെയിനിനെ ബാധിക്കുകയും അതുമൂലം ഉറക്കനെയും ഓർമ്മശക്തിയെയും അത് ബാധിക്കുകയാണ്. അതുമൂലം നമുക്ക് ഓർമ്മ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയ്പ് കൂടുതലുള്ള വസ്തുക്കൾ, അതും കൂടുതൽ അമിതമായ അസിഡിറ്റി ഉണ്ടാക്കുകയും അതുമൂലം ബ്രെയിനിനെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ പറഞ്ഞത് നെയ്യ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കരുത്, അതുപോലെ കയ്പ് കൂടുതലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കരുത്. അതുപോലെ പുളിയുള്ള ഭക്ഷണം അമിതമായി കഴിക്കുക. ചില പഴയ കാലത്തൊക്കെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ ധാരാളം പുളി കഴിക്കുന്നവരാണ്. അപ്പോൾ പുളി അമിതമായി കഴിക്കുന്ന ആളുകളിൽ, വ്യക്തികളിൽ മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഈ പറയുന്നത് ഖബറിന്റെ മേൽ എഴുതിയ ബോർഡുകൾ, മിസാൻ കല്ലുകളിൽ മരിച്ച ആളുകളുടെ പേരും അതുപോലെ മരണപ്പെട്ട തീയതൊക്കെ എഴുതി വെച്ചിട്ട് അത് വായിക്കുന്നത് മറവിയുണ്ടാകുമെന്ന് തത്വജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 5ാമത്തെ കാര്യം, വെളിച്ചമില്ലാതെ ഖബറിന്റെ അടുത്ത് പോയി താമസിക്കുക. അതും മറവി ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരു വിഷയമാണ് ഒറ്റക്ക് യാത്ര ചെയ്യുക. ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായും അയാൾക്ക് കൂടുതൽ ഭ്രാന്തിയും മാനസികമായ പിരിമുറുക്കവും ഭയവും ഉണ്ടാകുന്നത് മൂലം അയാൾക്ക് മറവി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും 1-2 ആളുകൾ, സുഹൃത്തുക്കൾ, അതുപോലെ കുടുംബത്തോടൊപ്പം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടത്. എന്നാൽ യാത്ര ചെയ്യുക. ഏറ്റവും കൂടുതൽ യാത്രകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് മൂലം പല അപകടങ്ങളുമുണ്ട്. അതുപോലെ കൂട്ടത്തിൽ മറവിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹിജാമ പൊതുവെ നമുക്കറിയാം നല്ലതാണ്, ശരീരത്തിനൊക്കെ നല്ലതാണെന്ന് നമുക്കറിയാം. ഹിജാമ പെരടിയുടെ ഭാഗത്ത് ചെയ്യുന്നത് മൂലം മറവി, ഓർമ്മ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴൊക്കെ വളരെ കുറവാണെങ്കിലും പഴയ കാലത്തൊക്കെ ഒട്ട വീടുകളിലൊക്കെ എലിയുടെ ശല്യം ധാരാളമാണ്. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നല്ല വിലപിടിപ്പുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ എലി കടിച്ചതിന്റെ ബാക്കി, ഏതായാലും അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി കഴിക്കും. അപ്പോൾ എലി ഭക്ഷിച്ചതിന്റെ ബാക്കി ഭാഗം നമ്മൾ കഴിക്കുന്നതും മറവി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വെളുത്ത എള്ള്, അമരക്കായ, അതുപോലെ വെളുത്ത ഉള്ളി, ഇതുപോലെയുള്ള വസ്തുക്കൾ, അമിതമായി പച്ച ഉള്ളി, ഇതുപോലെയുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുന്നതും മറവി ഉണ്ടാക്കും. അതുപോലെ മരണപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കൽ,
തകർന്നു കിടക്കുന്ന കെട്ടിടത്തേക്ക് നോക്കൽ, അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് കൂടുതൽ സമയം നോക്കൽ, ഇതൊക്കെ മറവി ഉണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മരിച്ചയാളുടെ മുഖത്തേക്ക് നോക്കൽ പൊതുവെ നമുക്കറിയാം, ജീവിതകാലത്ത് നോക്കാൻ പറ്റുന്ന വ്യക്തികളിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ജീവിതകാലത്ത് നോക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ മരണപ്പെട്ടാലും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നുള്ള വിഷയം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതുപോലെ ഉപ്പുള്ള ഭക്ഷണം, ചില ആളുകൾക്ക് ഉപ്പ് കൂടുതലാണ്. ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചാലും മറവി ഉണ്ടാകും, മറ്റുള്ള പല രോഗങ്ങൾക്കും കാരണമാണത് എന്ന് തത്വജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗം അതും മറവിക്ക് കാരണമാകും. മനസ്സിന് പ്രയാസമുള്ള സംസാരങ്ങൾ, നമുക്കറിയാം ചില വ്യക്തികളോട് സംസാരിച്ചാൽ അവർ നമുക്ക് എപ്പോഴും നെഗറ്റീവായി സംസാരിക്കും. നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ആത്മധൈര്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള, പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കാതിരിക്കുക. അത് നമ്മെ ഓർമ്മയെ വലിയ രൂപത്തിൽ ബാധിക്കും. അതുപോലെ തണുത്തതും പച്ചയുമായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. തണുത്ത ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ, അതുപോലെ പച്ചയായി വേവിച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പച്ചയായി കഴിച്ചാൽ കൂടുതൽ അത് മറവി ഉണ്ടാക്കുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പാല്, മത്സ്യം, വെള്ളം, സുർക്ക ഇതുപോലെയുള്ള വസ്തുക്കൾ അമിതമായി കഴിക്കുന്നതും മറവി ഉണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇതുപോലെ നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് ഓരോ വീഡിയോകളിൽ സംസാരിക്കണം. നമ്മുടെ ചാനലുകൾ മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം.